ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിൽ മിക്ക ജില്ലകളിലും പ്രാദേശിക ടൂറിസത്തിന് അനന്ത സാധ്യതകളാണ്. എന്നാൽ പലയിടങ്ങളിലും പഞ്ചായത്തുകളിലാകട്ടെ മുനിസിപ്പാലിറ്റികളിലാകട്ടെ അധിനിവേശ സസ്യങ്ങളടക്കം കാട് കയറി കിടക്കുന്ന ഏക്കർ കണക്കിന് പ്രദേശങ്ങൾ കാണാം. ഇവയിലെ ടൂറിസം സാധ്യത തിരിച്ചറിഞ്ഞ് അതിമനോഹരമായ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്. കോട്ടക്കുന്ന് പ്രദേശത്ത് കാട് കയറി കിടന്ന പഞ്ചായത്തിന്റെ ഒരേക്കർ ഭൂമി ഇന്ന് വിനോദസഞ്ചാരത്തിന്റെ വലിയ സാധ്യതകളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ചെറുതാഴം മുളന്തുരുത്ത് ഇക്കോ പാർക്ക് കാണാൻ ജനത്തിരക്കാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഹരിത കേരള മിഷൻ, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ സഹകരണത്തോടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പദ്ധതിക്ക് രൂപം നൽകുകയും നടപ്പിലാക്കുകയുമായിരുന്നു. നൂറുകണക്കിന് മുളകൾ വെച്ചുപിടിപ്പിച്ച് തികച്ചും ശാന്തസുന്ദരമായ ഒരു ഉദ്യാനം. പാർക്കിന്റെ മുഖ്യ ആകർഷണം വൈവിധ്യമാർന്ന മുളയിനങ്ങളാണ്. ബാംബൂസ പോളിമോർഫ, ബാംബൂസ കച്ചറൈൻസിസ്, ഓക്ലാൻഡ്ര ട്രാവൻകോറിക്ക, ഗ്വാഡുവ ആംഗുസ്റ്റിഫോളിയ തുടങ്ങിയ അപൂർവ ഇനങ്ങൾ ഇവിടെ സമൃദ്ധമായി വളരുന്നു. ഒപ്പം നിരവധി കണ്ടൽ ചെടികളും പക്ഷികളുടെയും സസ്യജന്തുജാലങ്ങളുടെയും സമൃദ്ധിയും ഉദ്യാനത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. ഫോട്ടോഗ്രാഫർമാരെയും സോഷ്യൽ മീഡിയ പ്രേക്ഷകരെയും വലിയ തോതിൽ ആകർഷിക്കുന്ന പാർക്കിലേക്ക് റീൽസ്, സേവ് ദി ഡേറ്റ് ഷൂട്ടുകൾ, കുടുംബസഞ്ചാരങ്ങൾ എന്നിവയ്ക്കായി നിരവധി പേരാണ് എത്തുന്നത്. കാട് കയറിയ സ്ഥലം ഇങ്ങനെയൊരു പാർക്കാക്കിയതിൽ തദ്ദേശവാസികൾക്കടക്കം വലിയ ആഹ്ലാദം. ജനങ്ങളെ കൂടുതൽ ആകർഷിക്കുന്ന വിധത്തിൽ പാർക്കിന്റെ സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ പദ്ധതികൾ തുടർന്നും നടപ്പിലാക്കാനാണ് ആലോചനയെന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എഞ്ചിനീയർ വിപിൻ കെ.സി പറയുന്നു. കാട് കയറി കിടന്ന ഒരേക്കറോളം വരുന്ന ഈ പഞ്ചായത്തിന്റെ സ്ഥലം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് വൃത്തിയാക്കി ഇന്നീ കാണുന്ന രീതിയിൽ മുള വെച്ച് പരിപാലിച്ചിരിക്കുന്നത്. മുള വെച്ച് പിടിപ്പിക്കുക, ആ മുള വളർന്നു വലുതാവുക എന്നതിനപ്പുറം നമ്മുടെ നാടിനും നാട്ടുകാർക്കും പ്രയോജനമാകുന്ന രീതിയിൽ ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പാകത്തിൽ ഒരു പാർക്കാക്കുക എന്നതാണ് പഞ്ചായത്ത് ഇതിലൂടെ ചെയ്തിട്ടുള്ളത്. പണ്ണാത്തി പുഴയുടെ തീരത്താണ് ഈ ചെറുതാഴം മുളന്തുരുത്ത് ഇക്കോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഈ പുഴയുടെ തീരത്തെ കൂടി മുളകൾ കാണാനും കാഴ്ചകൾ ആസ്വദിക്കാനും വരുന്നതിനോടൊപ്പം തന്നെ കല്യാണങ്ങൾക്ക് സേവ് ദ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടും ഫോട്ടോഷൂട്ടിനും മറ്റുമായി നിരവധി ആളുകളാണ് ദിവസം ഇവിടെ എത്തുന്നത്. ഇങ്ങനെ ഈ ഒരു നാടിന് പുറത്തുള്ളവരും ഈ പദ്ധതി ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ് പഞ്ചായത്തിന് ഒരു അഭിമാനിക്കാവുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത്. മനുഷ്യർ സൃഷ്ടിച്ച പ്രകൃതിയിലെ ഈ ശാന്തത വരും തലമുറയ്ക്കടക്കം ഉപകാരപ്പെടുമെന്ന കാര്യം തീർച്ച. മലയാളം ടെലിവിഷൻ, കണ്ണൂർ. ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാ ഒരു സുവർണാവസരം. സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ്. ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിലൊതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ്. ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് നേടാം 1,00,000 രൂപയുടെ ഡയമണ്ട് നെക്ലസ്. ഒക്ടോബർ 1 മുതൽ 31 വരെ സഫ ജ്വല്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ. ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ. സഫ ജ്വല്ലറി.